ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാൻ ഒരു വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ദൃഢം സിനിമ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഷൈൻ നിഗം എനിക്ക് തോന്നുന്നു പ്രിയദർശന്റെ സിനിമയ്ക്ക് ശേഷം പുള്ളിയുടെ അടുത്തൊരു സിനിമയാണ് ദൃഢം എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന. അപ്പം സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈസ് പടം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. അത് വേറൊന്നും കൊണ്ടല്ലടാ, ഫസ്റ്റ് ഹാഫ്, അതായത് ഒരു ഫസ്റ്റ് പോസ്റ്റ് പുള്ളി ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അപ്പം അങ്ങോട്ട് ആദ്യത്തെ പോസ്റ്റ് പുള്ളിയുടെ ആ നാട്ടിലേക്ക് വരുന്നു. അപ്പം ആ നാട്ടിൽ അത്രയും വർഷത്തിനിടയ്ക്ക് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ വരുമ്പം മർഡർ നടക്കുന്നു, പിന്നെ അതുപോലെ ഒരു മോഷണം നടക്കുന്നു. അപ്പം ആ ഒരു സംഭവം റിലേറ്റഡ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് ഈ പറയുന്നത്. പക്ഷേ ഇത് എനിക്ക് ഫസ്റ്റ് ഹാഫ് പക്ഷേ ഈ പറഞ്ഞിങ്ങനെ പുള്ളി, അതായത് ഷൈനി ഇങ്ങനെ വരുന്നതും കുറച്ച് കാര്യങ്ങൾ ആ സ്റ്റേഷൻ പിന്നെ പരിചയപ്പെടുന്നതും അവിടെ, അതായത് ഇന്റർവെല്ല് എത്തുന്നതിന് മുമ്പായിട്ട് വരെ എനിക്കൊരു ഇച്ചിരി ലാഗായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അത് കഴിഞ്ഞ്, അതായത് ഇന്റർവെല്ല് എത്തുന്നതിന് മുമ്പ് ഒരു 5-10 മിനിറ്റ് ഒരു ബോഡി ഇവരിങ്ങനെ നോക്കി പോകുന്നുണ്ട്, ഒരാളെ കണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പം അവിടം തൊട്ട് നമുക്ക് ഭയങ്കര എൻഗേജിങ് ആണ് ആ സിനിമ. കാരണം സീരിയസ്ലി എനിക്ക് അവിടം തൊട്ട് ഇങ്ങോട്ട് നല്ല രീതിയിൽ കണക്ട് ആയി. ആദ്യമൊക്കെ കുറച്ച് എന്ന് വെച്ചാൽ വലിച്ചു നീട്ടി വീണ്ടും സ്റ്റേഷൻ പോലീസുകാർ, പിന്നെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, പിന്നെ എന്താ പറയുന്നത് ചെക്കിങ്, ആ ഒരു സംഭവം പരിപാടികളായിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ അങ്ങോട്ട് പോണത്. പിന്നെയാണ് ഈ ഒരു കഥയിലേക്ക് വരുന്നത്. ഇതിൻ്റെത് എൻ്റെ മോനെ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ ഒരു സിനിമയ്ക്ക് കയറിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇതിൻ്റെ സ്റ്റോറി പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പോകും ഫുള്ള്. അപ്പം ആ ഒരു ഇതിലാണ് ഇതിൻ്റെ സ്റ്റോറി പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പം സീരിയസ്ലി പറയാം, നമ്മൾ ഒന്നും പ്രിഡിക്റ്റ് ചെയ്തില്ല കേട്ടാ. ചിലപ്പോൾ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യും ഇവരായിരിക്കും എന്താ പറയുന്ന ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളൊക്കെ ഒരു ചിന്താഗതി തോന്നും. പക്ഷേ ആ ഒരു ക്ലൈമാക്സ് ഒരു 10-20 മിനിറ്റ് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. അത് വേറെ ലെവലായിരുന്നു കേട്ടാ. അതാണ് ആ ഒരു സിനിമ അത്രയും കൊണ്ടുവന്നിട്ടും അവർ കത്തിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ് ഉണ്ട്, അതവർ തൂക്കി. പിന്നെ ഷൈനികത്തിന്റെ പെർഫോമൻസ്, പുള്ളിനെയൊക്കെ കാണിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മളെന്ന് പറയുന്നത് ഒരു ലോല ഹൃദയൻ, അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസറിനെ കണക്കാണ് പുള്ളിനെ കൊണ്ടുവന്നത്. പക്ഷെ അത് മാറി ക്ലൈമാക്സിന്റെ അവിടെ എത്തുമ്പം പുള്ളി എന്താ പറയുന്ന ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം കൊണ്ട് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ആകുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സിനിമയിൽ. എന്തായാലും ഗൈസ്, ഞാൻ സീരിയസ്ലി പറയാം, നിങ്ങൾ ഇത് OTT വരാൻ വേണ്ടി നിൽക്കരുത്, നിങ്ങളിതൊന്ന് പോയി കാണണം. കാരണം ഇതിനകത്തുണ്ടടാ കുറെ സംഭവമൊക്കെ ഉണ്ട്. ഇത് ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മാർട്ടിൻ ജോസഫ് എന്ന് പറയുന്ന പുള്ളിയാണ് ഈ ഒരു സിനിമ പിടിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് ഹാഫ് ഒരു ഇച്ചിരി നമുക്ക് ഒരു ലാഗ് അടിച്ച്, അതായത് ലാഗ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് വേറെ ആ ഒരു സ്റ്റേഷനും കാര്യങ്ങളും ആ ഒരു സറൗണ്ടിൽ തന്നെ കളിക്കുന്ന കുറച്ച് കളികളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇന്റർവെല്ല് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തൊട്ടാണ് നമുക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നുന്നത് സിനിമ. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ പടം അവരെടുത്തു വെച്ചിരിക്കുന്ന മേക്കിങ്ങും പിന്നെ ആ ഒരു സ്ഥലം എല്ലാം ഓവർ പൊളി. എനിക്ക് അതെല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. പിന്നെ എന്ത് പറയുന്നത്, ഷെമ്മി തിലകൻ പുള്ളിക്കാരനും അത്യാവശ്യം നല്ല കിഡുമായിട്ട് അഭിനയിച്ചിരിക്കുന്ന കേട്ടാ. പിന്നെ ലാസ്റ്റത്തെ ഫൈറ്റ്, എൻ്റെ മോനെ, നമുക്ക് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു സംഭവമാണ്. നിങ്ങൾ എന്തായാലും പോയി നിങ്ങൾ പോയി കണ്ടിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറ. അപ്പം ഗൈസ്, നമുക്ക് അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരാം. അപ്പം നിങ്ങൾ ദൃഢം സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. നിങ്ങൾ പോയി കാണാതിരിക്കുന്നത്, OTT വരാതിരിക്കുക. മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണ്. അപ്പം ആ ഒരു ഗുമ്മ നമുക്ക് കിട്ടും. അപ്പം എന്തായാലും ഗൈസ്, അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നില്ല. ബൈ.